റിഹേഴ്സലും എല്ലാം ഉണ്ടായിരുന്നു. മരിച്ച അമ്മച്ചിയെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടെന്ന്. സണിച്ച, സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സണിച്ചൻ പറഞ്ഞ 6 മാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി. വീട്ടിലാരും ഇല്ലേ? ഇല്ല. പോളച്ചനെന്ന് വരും? അറിയില്ല. പക്ഷേ സണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. പോളച്ചൻ അറിയാണ്ട് നീ ഇത് എത്ര നാളിങ്ങനെ വിളിച്ചു വയ്ക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താൽ പോരാ, അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോടൊന്ന് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചന് കഴിയില്ല. സണിച്ചൻ അറിയില്ലേ, പോളച്ചൻ ഒരു പാവ. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണൊരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. വാ. സാന്ദ്ര ചേച്ചി എന്തിയെ? സണ്ണിച്ചാനും സാന്ദ്ര ചേച്ചിയും കൂടി പുറത്തു പോയിരിക്കുക. എന്താ മോളെ വന്നേ? സാന്ദ്ര ചേച്ചി അൽഫോൻസമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവള് വരുമ്പം ചോദിക്കേ, സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ. എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരായാള്? മോനെ, മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? എടാ, അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ. അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച് സത്യം പറ. പറ. സത്യമാണ്. സത്യമാണ് അമ്മച്ചി. അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇടവകക്കാരെയും കർത്താവോടെ തമ്പുരാനെയും എല്ലാം നിങ്ങള്. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ പോവാ എവിടേക്കെങ്കിലും. എനിക്കാരുമില്ല, മക്കളുമില്ല, മരുമക്കളുമില്ല. തുടരുതന്നെ. ഇങ്ങനൊരു മോൻ എനിക്കില്ല. ഇങ്ങനൊരു മോൻ എനിക്കില്ല. നിക്ക്. പോവാണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം
ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്. മുഹമ്മദ് അലി, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? പറ. ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോവാ നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം, പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇവള് മതി. പ്ലീസ്. ഷീസ് പ്രഗ്നന്റ്. അവൾ ഗർഭിണിയാണ്. ഐ നോ. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം ഈ ഒരു എക്സ്ട്രാ ലഗേജ്? എന്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ എനിക്ക് പറഞ്ഞ കേക്കില്ലേ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്കുക? സണ്ണി, മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ്. നീ പോ. എനിക്ക് സണ്ണിച്ചനെ വേണം. നമ്മുടെ കുഞ്ഞിന് സണ്ണിച്ചനെ വേണം. അമ്മച്ചിക്കും ഇവിടെ എല്ലാവർക്കും സണ്ണിച്ചനെ വേണം. അരുത് സണ്ണിച്ച, അരുത് പ്ലീസ്.
ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ. നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ. എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാൻ അന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.